ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. മക്കയിൽ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ എന്ന പേരിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു മഹാസംഭവമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയപ്പെടുന്നത്. അദ്ദേഹം ഖുറൈശികളിൽപ്പെട്ട ബനൂ തൈം ഗോത്രക്കാരനായിരുന്നു. ഖുറൈശികൾ പല ഗോത്രമുണ്ട്: ബനു ഹാഷിം, ബനു മുത്തലിബ്, ബനു അബ്ദു മനാഫ്, ബനു മഹ്സൂം. അതുപോലെ ഖുറൈശികളുടെ ഒരു ഉപഗോത്രമാണ് ബനൂ തൈം ഗോത്രം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഗോത്രമാണ്. ഗോത്രം ഖുറൈശികൾപ്പെട്ടതാണെങ്കിലും ഇവര് സാമ്പത്തികമായി വലിയ ഉയർന്നവരല്ലാത്തതുകൊണ്ട് തന്നെ ഖുറൈശികൾക്കിടയിൽ ഈ ഗോത്രത്തിന് വലിയ പരിഗണന ഉണ്ടായിരുന്നില്ല. ആ ഗോത്രത്തിലാണ് അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ ജനിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ ആയിഷ ബീവിയുടെ ഒരു കസിൻ ബ്രദറാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ എന്ന് പറയുന്നത്. ചെറുപ്പത്തിലെ കുരുത്തം കെട്ട ഒരു കുട്ടിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ. എല്ലാവിധ ദുസ്വഭാവങ്ങളും ക്രിമിനൽ സ്വഭാവങ്ങളും ഇദ്ദേഹത്തിലുണ്ടായിരുന്നു. ആളുകളെ ഉപദ്രവിക്കുക, എന്നും ഇവന്റെ പ്രശ്നങ്ങൾ തീർക്കാനേ വാപ്പയ്ക്കും കുടുംബക്കാർക്കും നേരം ഉണ്ടാവുള്ളൂ. ആ നിലക്ക് കുരുത്തം കെട്ട ഒരു കുട്ടിയായിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ വളർന്നു വരുന്നത്. അങ്ങനെ ഗതികെട്ടപ്പോ കുടുംബവും മാതാപിതാക്കളും കൂടി അബ്ദുല്ലാഹി ഇബ്നു ജദ്ആനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ ഇനി മരിക്കണമെന്ന് തീരുമാനിച്ച ഒരു ചിന്തയിൽ നടക്കുകയാണ്. കാരണം വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, ഇനി ഞാൻ മരിച്ചേക്കാമെന്ന് തീരുമാനിച്ച അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ മക്കയിലൊരു മലമുകളിലേക്ക് കയറുകയാണ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി. മലമുകളിലെത്തിയ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ ഒരു മലയിലൊരു പൊത്ത് കണ്ടു. അപ്പൊ അയാൾ തീരുമാനിച്ചു, ഇതിനകത്ത് ഏതെങ്കിലും വിഷജന്തുക്കൾ ഉണ്ടാകും, ഇതിലേക്ക് കാലിട്ട് കൊടുത്താൽ അതിനെ കൊത്തിയിട്ട് അങ്ങനെ വിഷബാധയേറ്റ് മരിക്കാം എന്ന് വിചാരിച്ച് ആ പൊത്തിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ അങ്ങനെ കാല് നീട്ടിയപ്പോൾ അദ്ദേഹത്തെ പാമ്പൊന്നും കൊത്തിയില്ല. പക്ഷെ കാല് അസ്വാഭാവികമായി എന്തെങ്കിലും ചെന്നിങ്ങനെ തട്ടുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അദ്ദേഹം ആ പൊത്തൊന്ന് നന്നായി പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെ കണ്ടെത്തിയത് വലിയൊരു നിധിശേഖരമാണ്. മക്ക ഭരിച്ച ഏതോ രാജാക്കന്മാര് കുഴിച്ചിട്ട നിധിശേഖരം. അക്കാലത്ത് ബാങ്കിങ് സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സ്വത്തുകൾ സൂക്ഷിക്കുന്നത് അങ്ങനെയാണ്, എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടുക ചെയ്യാം. അപ്പൊ ഏതോ ഒരു രാജ കുടുംബം, ദുബ്ബഅ് രാജവംശമായിരിക്കാമെന്നൊക്കെ പറയുന്നു, കുഴിച്ചിട്ട വലിയൊരു നിധിശേഖരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ കാല് ചെന്ന് മുട്ടിയത്. അദ്ദേഹം വളരെ പാടുപെട്ട് അതെല്ലാം എടുത്ത് അതുമായി വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ വീട്ടുകാർക്ക് സ്വീകാര്യനായി. വീട്ടുകാരും കുടുംബക്കാരും കൂടി പുറത്താക്കി അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ വലിയ സമ്പത്തുമായി വന്നപ്പോൾ വീട്ടുകാരെ സ്വീകരിച്ചു. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹം ആ സമ്പത്ത് കൊണ്ട് വലിയ ധർമ്മിഷ്ഠനായി തീരുകയാണ്. മക്കയിൽ അറിയപ്പെട്ട ധർമ്മിഷ്ഠനാണ് അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഓരോ ദിവസവും ഒരു ഒട്ടകാറാണ്. എന്നിട്ട് വിളിച്ചു പറയുന്ന, ഭക്ഷണമില്ലാത്തവരൊക്കെ ഇങ്ങോട്ട് പോരി. അങ്ങനെ ആ കുടുംബക്കാരെ മുഴുവൻ അദ്ദേഹം പഠിപ്പിച്ചു. ഹജ്ജിന്റെ സമയത്ത് അറഫയിൽ 1000 ഒട്ടകമാണ് അദ്ദേഹം ഇറക്കുക. ഹാജിമാർക്ക് മുഴുവൻ ഫ്രീ ആയി ഭക്ഷണം കൊടുക്കും. ജാഹിലിയ കാലത്തിൽ ഹജ്ജാണ്, ഇസ്ലാമിക് ഹജ്ജല്ല. ഹാജിമാർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കുന്ന വലിയ ധർമ്മിഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാൽ ആരും വെറുതെ പോരേണ്ടി വരില്ല. ധർമ്മിഷ്ഠനായി മാത്രമല്ല, അദ്ദേഹം ആ നാട്ടിലെ വലിയൊരു കാര്യസ്ഥനായി മാറി. ഏതു പ്രശ്നത്തിലും ഇടപെടും, എല്ലാത്തിനും മധ്യസ്ഥം വഹിക്കും, നാട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടും. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട് ഒരു പഞ്ചായത്ത് പോലെ ഒരു മധ്യസ്ഥ റോള് വഹിക്കുന്ന ഒരു വീടായി മാറി. എല്ലാവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും റസൂലിന്റെ നബുവത്തിന് മുമ്പ് ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന ഒരു സഖ്യ ശ്രമം നടന്നിട്ടുണ്ട്. അതായത് മക്കയിൽ ആക്രമിക്കപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി ചേർന്ന ഒരു സർവകക്ഷി യോഗമാണ് ഹിൽഫുൽ ഫുദൂൽ. റസൂൽ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് നടക്കുന്നത് ഈ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആന്റെ വീട്ടിലാണ്. റസൂൽ അഭിമാനത്തോട് പറയുന്നുണ്ട്, ഇനിയും എന്നെ വിളിച്ചാൽ ഞാൻ ആ വീട്ടിൽ ഈ സഖ്യത്തിന് പോകുമെന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൽ വലിയ അംഗീകാരമുള്ള വലിയൊരു മനുഷ്യനും വലിയൊരു ധർമ്മിഷ്ഠനുമായിട്ട് അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ പിൽക്കാലത്ത് മാറിക്കഴിയുന്നുണ്ട്. ഈ അബ്ദുല്ലാഹി ഇബ്നു ജദ്ആനെ കുറിച്ച് ആയിഷ ബീവി ഒരിക്കൽ റസൂലിനോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം AD 610 60ാമത്തെ വയസ്സിൽ മരിച്ചുപോയി അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ. ഇദ്ദേഹത്തെ കുറിച്ച് ആയിഷ ബീവി ഒരിക്കൽ നബിയോട് ചോദിച്ചു, നബിയെ, അബ്ദുല്ലാഹി ഇബ്നു ജദ്ആനെ താങ്കൾക്ക് അറിയാമല്ലോ, അദ്ദേഹത്തിന്റെ നന്മകൾ താങ്കൾക്ക് അറിയാമല്ലോ, അദ്ദേഹം എത്ര ധർമ്മം ചെയ്ത മനുഷ്യനാണ്, എത്ര പരോപകാരിയായിരുന്നു, ആളുകളുടെ എത്ര പ്രശ്നങ്ങൾ തീർത്തിയ ആളാണ്, സമൂഹത്തിൽ എത്ര അംഗീകരിക്കപ്പെട്ട ആളായിരുന്നു. ഇത്രയും നന്മ ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു ജദ്ആനിന് പരലോകത്ത് എന്തെങ്കിലും നന്മ കിട്ടുമോ എന്നാണ് ആയിഷയുടെ ചോദ്യം.
നമുക്കും ഇങ്ങനെ ചില സംശയങ്ങൾ ഉണ്ടാകാം. സമൂഹത്തിൽ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ വലിയ പരോപകാരികളായിരിക്കും, ഒരുപാട് ധർമ്മം ചെയ്യും, മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, മുസ്ലിമീങ്ങളെക്കാൾ നല്ല സ്വഭാവം അവർക്കുണ്ടായിരിക്കും. അവർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കാം, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരായിരിക്കാം, ധർമ്മിഷ്ഠരായിരിക്കാം. അവർ മരിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും അവരെങ്ങാനും സ്വർഗത്തിലായിരിക്കും. പക്ഷെ ഒരു മുസ്ലിങ്ങളായിട്ടില്ല. ആയിഷയുടെ ചോദ്യം അതാണ്. അബ്ദുല്ലാഹിബ്നു ജദ്ആനിന്റെ പരലോകത്ത് എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്നാണ് ചോദ്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ആയിഷ ഇന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർലി ഖത്തിഅതി യൗമദ്ദീൻ. അയാൾ മരിക്കുന്നതിന് ഒരു ദിവസം പോലും പടച്ചവനെ അന്ത്യദിനത്തിൽ എൻ്റെ പാപം പൊറുക്കണേന്ന് ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. അള്ളാഹ് ഒരു പ്രാവശ്യം പോലും ആ മനുഷ്യൻ വിളിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു ഗുണവും ആ മനുഷ്യന് പരലോകത്തുണ്ടാകാൻ പോകുന്നില്ല. അയാൾക്ക് കിട്ടേണ്ടതൊക്കെ ദുനിയാവിൽ കിട്ടിയിട്ടുണ്ട്. ജനങ്ങളുടെ അംഗീകാരം, പ്രശസ്തി, പ്രശംസ, ഇതൊക്കെയാണ്. അതൊക്കെ ദുനിയാവിൽ കിട്ടി. പരലോകത്ത് അള്ളാഹു എന്തെങ്കിലും ഉപകാരം ഒരാൾക്ക് ചെയ്യണമെങ്കിൽ ഈമാൻ ഉണ്ടായിരിക്കണം. ഈമാൻ ഇല്ലാതെ എത്ര നന്മ, മലയോളം നന്മ ചെയ്താലും പരലോകത്ത് ഒരു ഗുണവും അതിൻ്റെ പേരിൽ അള്ളാഹു ആർക്കും കൊടുക്കൂല എന്ന് ആയിഷ ബിവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് ഈമാൻ അടിസ്ഥാനമാണ് പരലോകത്ത് വിജയിക്കാൻ നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ പുറത്ത് ചെയ്യുന്ന നന്മകൾക്ക് മാത്രമേ പരലോകത്ത് അള്ളാഹു തആല കൂലി തരികയുള്ളൂ. അള്ളാഹു നമ്മളെ കാര്യം മനസ്സിലാക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.